ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന ഈ ഒരാഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ആഗസ്റ്റ് മാസം 16-ാം തീയതിയാണ്. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ധ്യാൻ ശ്രീനിവാസനും മുകേഷും ഉർവശിയും പ്രധാന വേഷം കൈകാര്യം ചെയ്ത കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു അയർ അറേബ്യ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ സൺനെക്സിലും ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. സാരേ ജഹാൻ സെ അച്ച എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. സറമ കൂരൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അൾട്രാ പ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഹിന്ദി, തമിഴ് ഭാഷകളായിട്ട് ഇപ്പോൾ ഈ സിനിമ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. കോർട്ട് കച്ചേരി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, മറാത്തി ഭാഷകളായിട്ട് സോണി ലിവിലാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത 2023 റിലീസ് ചെയ്ത ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ് ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു ത്രില്ലർ മൂവിയാണ് യാതും അറിയാൻ എന്ന് പറഞ്ഞ സിനിമ. തമിഴ് മൂവിയാണ്. ആഹാ തമിഴിലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആനിമേഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഡോഗ്മാൻ എന്ന് പറയുന്ന സിനിമ. ജിയോ ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോമിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സീരീസ് ആണ്. ബട്ടർഫ്ലൈ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്ത് ഡ്രാമ, സയൻസ് ഫിക്ഷൻ, ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഏലിയൻ എർത്ത് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായി ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുത്ത ഒരു മലയാള സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ സിനിമ. അനുശ്വരാജൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ മനോരമ മാക്സ് വഴി ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് ടെഹ്റാൻ എന്നാണ് സിനിമയുടെ പേര്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ഹിന്ദി ഭാഷയിൽ C5ലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ജോൺ അബ്രഹാം ഒക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് സീരീസ് ആണ്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് സീരീസ് ആണ് കോൺസ്റ്റബിൾ കനക എന്ന് പറഞ്ഞ സീരീസ്. ETVയിലാണ് ഈ സീരീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് ഹിന്ദി സീരീസ് ആണ്. അന്തേര എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത നമ്മുടെ സുരേഷ് ഗോപി, അതുപോലെ തന്നെ നമ്മുടെ അനുപമ പരമേശ്വരൻ എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മലയാള സിനിമയായിരുന്നു JSK എന്ന് പറഞ്ഞ സിനിമ. ജാനകി V വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. C5ലാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം സൂപ്പർമാൻ എന്ന് പറഞ്ഞ സിനിമയും അവൈലബിൾ ആയിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തായിട്ടാണ് ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സിനിമ മലയാളം സബ് ടൈറ്റിൽ ഓൾറെഡി നമ്മുടെ എംസോൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും കൃത്യമായി നിങ്ങൾക്ക് മുന്നിൽ വീഡിയോസ് എത്തിക്കാൻ പറ്റാറില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളായിട്ട് റെഡി ടൈമിൽ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്ത ആഴ്ചയോടുകൂടി ഏകദേശം തിരക്കുകളൊക്കെ മാറി നമ്മുടെ ഈ OTT അപ്ഡേറ്റ് കാര്യങ്ങൾ, ഈ യൂട്യൂബ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കൂടുതൽ ഇൻവോൾവ് ആകാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.